നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന്റെ ആശകളും പ്രതീക്ഷകളും അപ്പാടെ തകർത്താണോ മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ്? കേരളത്തിന് നിരാശ, അവഗണന എന്നതാണ് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും പക്ഷം. കേന്ദ്ര ബജറ്റിൽ കുന്നോളം പ്രതീക്ഷയായിരുന്നു, കുന്നിക്കുരു പോലും കിട്ടിയില്ല. കേരളം ആവശ്യപ്പെട്ടെങ്കിലും എയിംസ് ഇല്ല, അതിവേഗ റെയിലുമില്ല, വിപണി ഉത്തേജന പദ്ധതികൾക്കും പ്രഖ്യാപനമില്ല. കേരളത്തിന്റെ വികസനം ആമയുടെ വേഗത്തിൽ മതിയെന്നാണോ സംസ്ഥാനം ചോദിക്കുന്നത്? ഒരു സംസ്ഥാനത്തെയും കേന്ദ്രീകരിച്ചല്ല കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്രവും പറയുന്നു. സമഗ്രമായ വാർത്തയിലേക്ക് വരാം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. സാമ്പത്തിക വളർച്ചയ്ക്കും ജനപങ്കാളിത്തത്തിനും ഊന്നൽ നൽകി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനം. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല. ആദായ നികുതി ആക്ട് ഏപ്രിൽ 1 മുതൽ. നികുതി നിയമങ്ങൾ ലഘൂകരിക്കും. MSMEക്കും ചെറുകിട വ്യവസായ മേഖലയ്ക്കും പരിഗണന. രണ്ടാം തരം മൂന്നാം തരം നഗരങ്ങളുടെ വികസനത്തിന് 12.2 ലക്ഷം കോടി വകയിരുത്തി ധനമന്ത്രി. വിപണി ഉത്തേജക പ്രഖ്യാപനങ്ങളില്ല. ഓഹരി വിപണിയിൽ തകർച്ച. സാമ്പത്തിക പാക്കേജ് ഇല്ല. എയിംസിലും അതിവേഗ റെയിൽ പദ്ധതിയിലും നിരാശ. വിഴിഞ്ഞം അനുബന്ധ വികസനത്തിനും പ്രഖ്യാപനമില്ല. ലഭിച്ചത് ധാതു ഇടനാഴിയും കടലാമ പരിചരണ കേന്ദ്രവും നാളികേര പ്രോത്സാഹനവും മാത്രം. കേരളത്തെ അവഗണിച്ചതിൽ എംപിമാരുടെ പ്രതിഷേധം. ബജറ്റിൽ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് ഇ ശ്രീധരൻ. കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ബജറ്റ് ഗുണകരമാകുമെന്ന് വ്യവസായ ലോകം. പ്രമേഹം, ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. 7 അപൂർവ രോഗങ്ങളുടെ മരുന്നുകൾക്ക് തീരുവയില്ല. സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് 5 റീജിയണൽ മെഡിക്കൽ ഹബ്ബുകൾ, 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള നികുതി 5-ൽ നിന്നും 2% EV ബാറ്ററി, സോളാർ പാനൽ, മൊബൈൽ ഫോൺ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില കുറയും. മദ്യം, സിഗരറ്റ് വില കൂടും. വികസനത്തിന്റെ പ്രയോജനം എല്ലാ മേഖലയിലും എത്തിക്കുന്ന ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഐതിഹാസിക ബജറ്റെന്ന് പ്രധാനമന്ത്രി. പാർലമെന്റിൽ പ്രതികരിക്കുമെന്ന് രാഹുൽ ഗാന്ധി. കേരളത്തോടുള്ള അവഗണനയെന്ന് CPM. കേരളമുണ്ടെന്ന് കാണിക്കാനാണ് കടലാമ പരിചരണ പദ്ധതിയെന്ന് കോൺഗ്രസ്. ബജറ്റിനെ കുറിച്ച് ദുഷ്പ്രചരണമെന്ന് BJP. KK രാഗേഷിനെ തള്ളി MV ഗോവിന്ദൻ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ പാർട്ടി തയ്യാറാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. രക്തസാക്ഷികളെ അപമാനിച്ചാൽ അത് പ്രകോപനത്തിനിടയാക്കുമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. LDFന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കം. സംസ്ഥാനത്തെ 10ാം ക്ലാസ് പൊതുപരീക്ഷാ തീയതി നേരത്തെ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷ മാർച്ച് 5-ന്, 30-ന് അവസാനിക്കും. പരീക്ഷാഫലം മെയ് 8-ന് പ്രസിദ്ധീകരിക്കും. മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്താനെന്ന് മന്ത്രി V ശിവൻകുട്ടി. ബലൂചിസ്ഥാനിൽ വിഘടനവാദികളായ ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യവുമായി ഏറ്റുമുട്ടി. ആക്രമണത്തിൽ 145 മരണം. ഇന്ത്യ BLAയെ പിന്തുണയ്ക്കുന്നുവെന്ന് പാകിസ്ഥാൻ. ആരോപണങ്ങൾ നിഷേധിച്ച് ഇന്ത്യ. Under-19 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. പാകിസ്ഥാനെ 59 റൺസിന് തകർത്തു. സെമിയിൽ അഫ്ഗാനെ നേരിടും. ലോകകപ്പ് T20യിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളിക്കില്ലെന്ന് പാക് സർക്കാർ. മറ്റു മത്സരങ്ങൾ കളിക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ തോൽപ്പിച്ചത് നൊവാക് ജോക്കോവിച്ചിനെ. വ്യവസായ പ്രമുഖൻ CJ റോയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ബംഗളൂരുവിലെ നേച്ചേഴ്സ് ലക്ഷറിയിൽ അന്ത്യവിശ്രമം. പൊതുദർശനത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് വ്യവസായ പ്രമുഖരും സിനിമാ പ്രവർത്തകരുമടക്കം നിരവധി പേർ. മരണത്തിലേക്ക് നയിച്ചതിൽ അന്വേഷണം ഊർജിതമാക്കി. ആത്മഹത്യയ്ക്ക് മുൻപ് IT വകുപ്പ് റോയെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും വെള്ളിയാഴ്ച റെയ്ഡ് നടന്നിട്ടില്ലെന്നും കണ്ടെത്തൽ.
സ്റ്റോറി ഓഫ് ദ ഡേ വരുമാനത്തിന്റെ പാഠവുമായി 3 മിടുക്കികൾ. വികസിത ഭാരതത്തിലേക്ക് ചുവടുവെച്ച് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് സാമ്പത്തിക സ്ഥിരത നിലനിർത്തുക എന്നത് ലക്ഷ്യം വെച്ചാണ് നിർമ്മലാ സീതാരാമന്റെ 9ാം ബജറ്റ് ആരംഭിച്ചത്. യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാധാന്യം നൽകി. വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ രംഗത്തിനും ഉത്തേജനമേകുന്ന ബജറ്റിൽ കായിക മേഖലയുടെ സമഗ്ര വികസനത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട്. ദേശീയ ജലഗതാഗതത്തിന്റെ പരിഷ്കരണവും അതിവേഗ റെയിൽവേ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചു. സാമ്പത്തിക വളർച്ച, ജനപങ്കാളിത്തം, എല്ലാവർക്കും വികസനം എന്നീ 3 നയങ്ങൾ മുൻനിർത്തിയാണ് ബജറ്റ്. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. ആദായ നികുതി ലളിതമാക്കും. പുതിയ ആദായ നികുതി ആക്ട് ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരും. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വമ്പൻ പ്രഖ്യാപനങ്ങളില്ല എന്നത് ശ്രദ്ധേയമാണ്. ആദ്യമായാണ് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന പ്രത്യേകതയും കേന്ദ്ര ബജറ്റിനുണ്ടായിരുന്നു. 1 മണിക്കൂർ 25 മിനിറ്റ് ദൈർഘ്യമുള്ള ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചത്. 3ാം മോഡി സർക്കാരിന്റെ 3ാമത്തെയും ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെയും ബജറ്റാണ് അവതരിപ്പിച്ചത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യം സാമ്പത്തിക വളർച്ച നേടി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനായി. GDP-യിൽ 7% സ്ഥിരതയുള്ള വളർച്ച നേടാൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് സാധിച്ചു. ഉൽപാദനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച നേടുകയാണ് ലക്ഷ്യമെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. Increasing farmer incomes through productivity enhancement and entrepreneurship, with special attention to small and marginal farmers. B. Empowering Divyangjan through access to livelihood opportunities, training and high quality assistive devices. C. Empowering the vulnerable to access mental health and trauma care. D. Focus on the Purvodaya states and the Northeast region to accelerate development and employment opportunities. സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രാധാന്യം നൽകിയ ബജറ്റിൽ സുപ്രധാന പ്രഖ്യാപനങ്ങളുമുണ്ടായി. യുവശക്തി എന്ന് വിശേഷിപ്പിച്ച ബജറ്റ് 7 പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. വനിതകൾക്കായി ജില്ലകൾ തോറും ഹോസ്റ്റൽ സൗകര്യം. വനിതാ സംരംഭകർക്ക് ആശയ, സാമ്പത്തിക, സാങ്കേതിക സഹായവും ഉറപ്പുവരുത്തും. കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനും ഗവേഷണത്തിനും പദ്ധതി ആവിഷ്കരിക്കും. ഇന്ത്യയെ ഗ്ലോബൽ ബയോഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ 10,000 കോടി രൂപ മാറ്റിവെച്ചു. I propose to launch a Khelo India mission to transform the sports sector over the next decade. AI സാങ്കേതിക വിദ്യയ്ക്കായി കൂടുതൽ നിക്ഷേപം നടത്തും. കർഷകർക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും പദ്ധതികൾ വിഭാവനം ചെയ്യുക. കേര കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. We will support high value crops such as coconut, sandalwood, cocoa, cashew in the coastal areas. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള നികുതി 5-ൽ നിന്ന് 2%. വിദേശയാത്രയുടെയും വിദേശ വിനോദയാത്രയുടെയും നികുതി 2% കുറച്ചു. ക്ലൗഡ് ഡാറ്റാ സെന്റർ കമ്പനികൾക്ക് വൻ ഇളവുകളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. Tax holiday till 2047 to any foreign company that provides cloud services to customers globally by using data center services from India. പ്രതിരോധ മേഖലയ്ക്ക് 5.95 ലക്ഷം കോടി രൂപ വകയിരുത്തി. പൊതുചെലവിനായി 12.21 ലക്ഷം കോടിയായി തുക വർദ്ധിപ്പിച്ചു. 2026 സാമ്പത്തിക വർഷത്തിലെ മൂലധന ചെലവ് 11 ലക്ഷം കോടി രൂപയും തനത് വരുമാനം 36.5 ലക്ഷം കോടി രൂപയുമായി കണക്കാക്കുന്നു. മറ്റു നികുതി വരുമാനം 28.7 ലക്ഷം കോടി രൂപയും. 2026 സാമ്പത്തിക വർഷത്തിലെ ചെലവിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് 49.6 ലക്ഷം കോടി രൂപയുമാണ്. 2027 സാമ്പത്തിക വർഷത്തിലെ ചെലവ് 53.5 ലക്ഷം കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ നികുതി നിയമങ്ങൾ ലഘൂകരിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ധനക്കമ്മി GDP-യുടെ 4.5% ധനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. നികുതി നിയമങ്ങളിൽ മാറ്റങ്ങളുമായാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. പുതിയ ആദായ നികുതി നിയമം ഈ വർഷം ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. നികുതി നിയമങ്ങൾ ലഘൂകരിക്കും. In July 2024, I announced a comprehensive review of the Income Tax Act 1961. നികുതി ഇനത്തിൽ ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത്. ജൂലൈ 31 വരെ റിട്ടേൺ സമർപ്പിക്കാം. പരിശോധനയ്ക്ക് ശേഷവും ടാക്സ് റിട്ടേൺ വിവരം പുതുക്കാം.
ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല എന്ന് ധനമന്ത്രി വ്യക്തമാക്കി. പുതിയതായി നിലവിൽ വരുന്ന നിയമം ആദായ നികുതി ഫയലിംഗ് ആയാസരഹിതമാക്കും. വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കടുത്ത ശിക്ഷയാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. വാഹനാപകട നഷ്ടപരിഹാര തുകയ്ക്ക് ഇനി മുതൽ നികുതി ഉണ്ടായിരിക്കില്ല. അതേസമയം വാഹനാപകട ഇൻഷുറൻസ് ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിദേശയാത്രാ നികുതി 5% നിന്ന് 2%. പ്രവാസികളുടെ സ്ഥാവര വസ്തുക്കളുടെ കൈമാറ്റത്തിനും നികുതി കുറയ്ക്കും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 5% നിന്ന് 2% കുറച്ചു. ക്ലൗഡ് സർവീസുകൾക്ക് 2047 വരെ ടാക്സ് ഹോളിഡേ ആണ്. I propose to reduce TCS rate on the sale of overseas tour program package from the current 5% and 20% to 2% without any stipulation of amount. I propose to reduce TCS rate for pursuing education and for medical purposes under the liberalized remittance scheme, popularly known as LRS. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് അവതരണത്തോടെ രാജ്യത്ത് ഏതൊക്കെ വസ്തുക്കൾക്കാണ് വില കൂടുകയെന്നും കുറയുകയെന്നും ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. 17 ക്യാൻസർ മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കി. ഇതോടെ ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. അതേസമയം മദ്യം, പുകയില ഉൽപ്പന്നങ്ങളായ സിഗരറ്റ്, പാൻ മസാല എന്നിവയ്ക്ക് വില ഉയരുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്നത്. Those suffering from cancer, I propose to exempt basic customs duty on 17 drugs or medicines. ചില പ്രമേഹ രോഗത്തിനുള്ള മരുന്നുകൾ, സമുദ്ര ഭക്ഷ്യവിഭവങ്ങൾ, വിദേശ ടൂറിസം പാക്കേജുകൾ, വിദേശ പഠന ചെലവ്, ലെതർ ഉൽപ്പന്നങ്ങൾ, സ്മാർട്ട് ഫോൺ, EV ബാറ്ററി, സോളാർ പാനൽ, മൈക്രോവേവ് ഓവൻ, സ്പോർട്സ് ഉപകരണങ്ങൾ, ലിഥിയം ബാറ്ററി ഘടകങ്ങൾ, ചെരുപ്പ് എന്നിവയുടെ വില കുറയും. എയർക്രാഫ്റ്റ് ഭാഗങ്ങൾക്ക് നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ഇവയ്ക്കും വില കുറയും. ആഡംബര വാച്ച്, ഡിജിറ്റൽ ക്യാമറ, വീഡിയോ ഗെയിമിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ, ആക്രി സാധനങ്ങൾ, ചില ധാതുക്കൾ എന്നിവയുടെ വില ഉയരും. അതേസമയം ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗിന് ചിലവേറും. ന്യൂസ് ഡെസ്ക്, അമൃത TV. 2026 കേന്ദ്ര ബജറ്റിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗിനുള്ള സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് വർദ്ധിപ്പിക്കാനുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം ഇന്ത്യൻ ഓഹരി വിപണിയെ പിടിച്ചുലച്ചു. ബജറ്റ് അവതരണത്തിന് പിന്നാലെ നടന്ന പ്രത്യേക വ്യാപാര സെഷനിൽ സൂചികകൾ കൂപ്പുകുത്തുകയായിരുന്നു. സെൻസെക്സ് 1547 പോയിന്റ് ഇടിഞ്ഞ് 80,722.94, നിഫ്റ്റി 495 പോയിന്റ് ഇടിഞ്ഞ് 24,825.45 ക്ലോസ് ചെയ്തു. കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന കേന്ദ്ര ബജറ്റ്. അതിവേഗ റെയിൽ പദ്ധതിയും എയിംസും കേന്ദ്ര ബജറ്റിലില്ല. എയിംസ് ഒരുപാട് കാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന പദ്ധതിയാണ്. പക്ഷേ കേന്ദ്രം കനിഞ്ഞില്ല. 29 ആവശ്യങ്ങളാണ് കേരളം ഉന്നയിച്ചത്. വിഴിഞ്ഞം ശബരി പ്രത്യേക പാക്കേജുമില്ല. വയനാട് സഹായവുമില്ല. അപൂർവ ധാതു ഇടനാഴിയും നാളികേര പ്രോത്സാഹനവും കടലാമ സംരക്ഷണ കേന്ദ്രവും ആയുർവേദ ചികിത്സാ പ്രോത്സാഹനവും ഒഴിച്ചു നിർത്തിയാൽ മറ്റു വലിയ പ്രഖ്യാപനങ്ങളൊന്നും കേരളത്തിനില്ല. എന്തായാലും ഇതിനോടകം കടലാമ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേന്ദ്ര ബജറ്റിൽ കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷേ ബജറ്റിന്റെ തുടക്കത്തിൽ തന്നെ അതിവേഗ റെയിൽ പദ്ധതിയിൽ കേരളത്തെ അവഗണിച്ച ധനമന്ത്രിയുടെ പ്രസംഗ സമയത്ത് കേരളത്തിന്റെ പേര് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് MP-മാർ പ്രതിഷേധിച്ചത്. ശ്രീധരന്റെ മേൽനോട്ടത്തിൽ കേരളത്തിൽ അതിവേഗ റെയിൽ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രം തയ്യാറെടുത്തതും കേരളം മറ്റൊരു റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചതും ഏറെ ചർച്ചയാകുമ്പോഴാണ് കേന്ദ്ര ബജറ്റിൽ കേരളം ഇടം നേടാതെ പോയത്. എയിംസ് എന്ന പതിറ്റാണ്ടുകളായുള്ള കേരളത്തിന്റെ ആവശ്യത്തിന് ഇക്കുറിയും പച്ചക്കൊടി വീശിയില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം ഉദ്ഘാടനം കഴിഞ്ഞ ഈ വേളയിലും പദ്ധതിക്കായി കേന്ദ്ര ബജറ്റിൽ ഒന്നുമില്ല. ശബരിമല റെയിൽപാതയ്ക്കും ഒന്നും മാറ്റിവെച്ചിട്ടില്ല. വയനാട് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപനം ഈ ബജറ്റിലും ഉണ്ടായില്ല. എന്നാൽ അപൂർവ ധാതുകരണ ഇടനാഴി പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയത് നേട്ടമായി വിലയിരുത്തുന്നു. ധാതു സമ്പുഷ്ടമായ സംസ്ഥാനങ്ങളിൽ ധാതുകരണം, സംസ്കരണം അടക്കം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. We now propose to support the mineral-rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. നാളികേര പ്രോത്സാഹന പദ്ധതിയിലും ആമ സംരക്ഷണ കേന്ദ്രത്തിലും ആയുർവേദ ചികിത്സാ പ്രോത്സാഹന പദ്ധതിയിലും കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇത് മാറ്റി നിർത്തിയാൽ കേരളത്തിനായി കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. 21,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ 29 ആവശ്യങ്ങളായിരുന്നു കേരളം മുന്നോട്ട് വെച്ചിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച 7 അതിവേഗ റെയിൽ ഇടനാഴികളിൽ കേരളം ഇടം നേടിയില്ല. അതേസമയം അയൽ സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടും ആന്ധ്രയും പട്ടികയിൽ ഇടം നേടി. ധാതുസമ്പന്നമായ ഒഡീഷയും തമിഴ്നാടും ചേർത്ത് വ്യാവസായിക ഇടനാഴിയും പ്രഖ്യാപിച്ചു. മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ചെന്നൈ ബംഗളൂരു, ദില്ലി വാരാണസി, വാരണാസി സിലിഗുരി ഇവയാണ് പുതിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച 7 അതിവേഗ റെയിൽ ഇടനാഴികൾ. We will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. ഈ പട്ടികയിൽ കേരളം ഉൾപ്പെട്ടില്ല. കേരളത്തിനായി അതിവേഗ റെയിൽപാത പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നു. മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള അതിവേഗ റെയിൽപാതയ്ക്ക് കേന്ദ്രം അനുകൂലമാണെന്ന വിവരവും പുറത്തുവന്നിരുന്നു. അതിവേഗ ഇടനാഴി പ്രഖ്യാപിക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനത്ത് നിന്നുള്ള എംപിമാർ വിളിച്ചു പറഞ്ഞുവെങ്കിലും നിരാശയായിരുന്നു ഫലം. അതേസമയം ധാതുമണൽ ഇടനാഴി പദ്ധതിയിൽ കേരളം ഇടം പിടിച്ചത് ശ്രദ്ധേയമായി. ചരക്ക് നീക്കത്തിന് ഗഗനെയും സൂറത്തിനെയും ബന്ധിപ്പിച്ച് ഇടനാഴി ധനമന്ത്രി പ്രഖ്യാപിച്ചു. വാരണാസിയെയും പാറ്റ്നയെയും ബന്ധിപ്പിച്ച ഉൾനാടൻ ജലപാതയടക്കം 5 വർഷത്തിനകം 12 പുതിയ ജലപാതകളും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. കേന്ദ്ര ബജറ്റിൽ ആരോഗ്യമേഖലയുടെ വികാസത്തിനും ഗവേഷണങ്ങൾക്കും വാരിക്കോരിയാണ് പ്രഖ്യാപനം. രാജ്യത്ത് 5 റീജിയണൽ മെഡിക്കൽ ഹബ്ബുകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി ആവിഷ്കരിക്കും. പ്രമേഹം, ക്യാൻസർ മരുന്നുകളുടെ വില കുറയുന്നത് രോഗികൾക്ക് ഏറെ ആശ്വാസകരം. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാം ബജറ്റിൽ ആരോഗ്യമേഖലയ്ക്ക് വമ്പൻ പ്രഖ്യാപനങ്ങളാണ്. ആയുർവേദ മേഖലയിൽ പുതിയ 3 ഓൾ ഇന്ത്യ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുമെന്നാണ് പ്രഖ്യാപനം. കൂടാതെ 5 മേഖലാ മെഡിക്കൽ ഹബ്ബുകൾ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. മെഡിക്കൽ ടൂറിസത്തിനായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് പദ്ധതി. 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കും. ഒപ്പം ആയുഷ് ഫാർമസികളുടെ നിലവാരം ഉയർത്തുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. മരുന്ന് ചെടികൾ വളർത്തുന്നവർക്കും സംസ്കരിക്കുന്നവർക്കും സഹായ പദ്ധതി പ്രഖ്യാപിച്ചു. ആയുർവേദ മേഖലയിൽ ഗവേഷണത്തിനും പരിശോധനകൾക്കും കൂടുതൽ പ്രൊഫഷണലുകളെ നിയോഗിക്കുമെന്നും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. യോഗ, വെൽനസ് സ്കീമുകൾക്കായി 1.5 ലക്ഷം കെയർ ഗിവർമാരെ പരിശീലിപ്പിക്കും. ശാരീരിക വൈകല്യമുള്ളവർക്കായി ദിവ്യാംഗൻ കൗശൽ യോജന പ്രഖ്യാപിച്ചു. കൂടുതൽ കൃത്രിമ അവയവ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കും. മെഡിക്കൽ ഹബ്ബുകൾ തൊഴിലവസരങ്ങളുടെ കേന്ദ്രമാക്കും. ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ആയുഷ് ഫാർമസികളുടെ നിലവാരം ഉയർത്തും. ഗവേഷണത്തിനും പരിശോധനകൾക്കും കൂടുതൽ പ്രൊഫഷണലുകളെ നിയോഗിക്കുമെന്നും ബജറ്റിലുണ്ട്. സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാകും പ്രാദേശിക മെഡിക്കൽ ടൂറിസം ഹബ്ബുകൾ സ്ഥാപിക്കുക. സംയോജിത ആശുപത്രികൾ, ആയുഷ് പുനരധിവാസം എന്നിവയിലൂടെ തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, മെഡിക്കൽ മൂല്യ ടൂറിസം എന്നിവ ഉത്തേജിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം അന്താരാഷ്ട്ര രോഗികളെ ആകർഷിക്കുന്ന വലിയ തോതിലുള്ള സംയോജിത ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ സംസ്ഥാനങ്ങളെ സഹായിക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. ഗ്ലോബൽ ബയോ ഫാർമ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ 10,000 കോടി നീക്കിവെച്ചു. അർബുദ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവയില്ല. ക്യാൻസർ മരുന്നുകളുടെ വില കുറയും. 7 അപൂർവ രോഗങ്ങളുടെ മരുന്നുകൾക്ക് തീരുവയില്ല എന്നതും രോഗികൾക്ക് ആശ്വാസം പകരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് ഐതിഹാസിക ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ബജറ്റാണ്. ഭാവിക്കായുള്ള ബജറ്റെന്നും 2047 വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്നും മോദി പറഞ്ഞു. യുവാക്കൾക്ക് വലിയ അവസരങ്ങൾ തുറക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ये बजट वर्तमान के सपनों को साकार करता है और भारत के उज्जवल भविष्य की नींव को सशक्त करता है. ये बजट 2047 के विकसित भारत की हमारी ऊंची उड़ान का मजबूत आधार है. साथियों, आज भारत जिस रिफॉर्म एक्सप्रेस पर सवार है, इस बजट से उसे
नई ऊर्जा, नई गति मिलेगी। എന്നാൽ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി തന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ പാർലമെന്റ് വേദിയായി ഉപയോഗിക്കുമെന്ന് പാർലമെന്റിന് പുറത്തുവെച്ച മാധ്യമ പ്രവർത്തകരോട് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുലിനോടൊപ്പം സഹോദരിയും വയനാട് എം പിയുമായ പ്രിയങ്ക ഗാന്ധിയും ഉണ്ടായിരുന്നു. പ്രിയങ്കയും പ്രതികരിക്കാതെയാണ് മടങ്ങിയത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് വലിയ അവഗണന പുലർത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ബജറ്റിലൂടെ ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങൾ പൂർണ്ണ ബോധവാന്മാരായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരുതരം സാമ്പത്തിക ഉപരോധമാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നേരെ പുലർത്തുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര ബജറ്റ് നിരാശാജനകമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചത്. കേരളം പ്രതീക്ഷിച്ചതൊന്നും നൽകിയില്ലെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. ഇന്ന് ബജറ്റിൽ കേരളത്തെക്കുറിച്ചൊന്നും പറയാൻ ധനമന്ത്രിക്കുണ്ടായില്ല. കടലാമിയെ സംരക്ഷിക്കാനുള്ള ഒരു ഭാഗം നല്ല നിലക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെയാണ് കടലാമയുടെ ഏറ്റവും നല്ല ആവാസ കേന്ദ്രം. സംരക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ അതാണ് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു. പുതിയ റെയിൽവേ ലൈൻ വേണമെന്നത് കേരളം ആവശ്യപ്പെടുന്നത് എന്തോ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വ്യക്തമാക്കുന്നത്. സാമ്പത്തിക രംഗത്ത് വലിയ മുന്നോട്ട് പോക്കില്ല, വളർച്ചയില്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള നയങ്ങളില്ല. പല മേഖലയിലും കൊടുക്കുന്ന കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ, വ്യവസായ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൊടുക്കുന്ന ഗ്രാമീണ മേഖലയിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവില്ല, നാട്ടിൻ പുറത്തേക്ക് ധാരാളം പണം എത്തില്ല. ഏറ്റവും പ്രധാന പ്രശ്നം ഈ ബഡ്ജറ്റിൻ്റെ അതാണ്. ബാക്കി കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം. കേരളത്തിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ വളരെ വളരെ നിരാശാജനകമായിരുന്നു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന മാത്രമെന്നും കേരളത്തോട് യുദ്ധപ്രഖ്യാപനമാണ് കേന്ദ്രം നടത്തിയതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബജറ്റ് മോദി സർക്കാരിന്റെ സ്വഭാവമാണ് വ്യക്തമാക്കുന്നതെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു, കേരളത്തിന് അവഗണന മാത്രം. ആമയുടെ പേരിൽ വൻ ഖനനത്തിനാണ് വഴിയൊരുക്കുന്നതെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. അതേസമയം കേരളത്തിന് ആശ്വാസകരമായ ഒരു പദ്ധതിയും കേന്ദ്ര ബജറ്റിൽ ഇല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീഷനും പറയുന്നത്. എയിംസ് എങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു, എന്നാൽ ബജറ്റ് വന്നപ്പോൾ എയിംസുമില്ല, അതിവേഗ റെയിൽ പാതയുമില്ല. ഇതാണോ BJP നേതാക്കളും പ്രധാനമന്ത്രിയും കൊട്ടിഘോഷിക്കുന്ന വികസിത കേരളമെന്നും VD സതീശൻ ചോദിച്ചു. എന്നാൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ വീണ്ടും അവഗണിച്ചിരിക്കുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ആമമുട്ടയ്ക്ക് പണം അനുവദിച്ചതിലൂടെ കേരളത്തെ വീണ്ടും അപമാനിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു. പ്രതികരണങ്ങൾ നോക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ പ്രധാനപ്പെട്ട റെയിൽവേ വികസനവുമായി അല്ലെങ്കിൽ തീവണ്ടികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ സംവിധാനം ഒന്നും തന്നെ നമുക്ക് അനുവദിക്കും. ഒന്നാം ചോദ്യം നിസ്സംശയം എയിംസ് തന്നെയാണ്. എത്രയോ കാലമായിട്ട് കേൾക്കുന്നു. ഞാനൊക്കെ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ പാർലമെൻറ്റ് എപ്പോഴും പറഞ്ഞ കാര്യമാണ് എയിംസിൻ്റെ കാര്യം. നോ എന്ന് പറയുന്നില്ല, പക്ഷേ എയിംസ് വരുന്നില്ല. ഈ കോഴിക്ക് മുല വന്ന പോലെ ആകാൻ പാടില്ല എയിംസ് വരണം. അതുകൊണ്ട് എല്ലാ കേരളീയരും കാത്തിരിക്കുന്നത് ആ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടിയാണ്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത് എയിംസെങ്കിലും കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവർ നിരന്തരമായി എയിംസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എയിംസും ഇല്ല, അതിവേഗ റെയിൽ പാതയും ഇല്ല, കേരളത്തിന് വേണ്ടി ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ഒരു ആശ്വാസം കേരളത്തിന് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും ഇല്ല എന്നത് സങ്കടകരമാണ്. ഇവർ എത്രമാത്രം അവഗണനയോട് കൂടിയാണ് നമ്മുടെ സ്റ്റേറ്റിനെ കാണുന്നത് എന്നുള്ളതാണ്. കേരളത്തെ ഇത് സാധാരണ പോലെ തന്നെ അവഗണിച്ചു. അതുകൂടാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആമ പ്രയോഗമുണ്ട്. അതോടുകൂടി അതൊരു അപമാനിക്കലായിപ്പോയി കേരളത്തെ. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് LDF സർക്കാരിന്റെ തെറ്റായ പ്രചാരണമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുൻ വർഷത്തെ ബജറ്റുകളിൽ എത്രയോ കാര്യങ്ങൾ കേരളത്തിനു വേണ്ടി നൽകി. നേരത്തെ തന്ന കാര്യങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് നടപ്പാക്കി എന്ന് കൂടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന
ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ കഴിഞ്ഞ 10-11 ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ, ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? ബജറ്റിൽ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കില്ലെന്ന് നേരത്തെ റെയിൽവേ മന്ത്രി നേരിട്ട് തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ഇ ശ്രീധരൻ. ആദ്യം DPR തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിലുള്ള ഓർഡർ ഉടൻ ഇറങ്ങുമെന്നും നാളെ ഓഫീസ് പ്രവർത്തനം തുടങ്ങുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. 13 കോടിയോളം DPR തയ്യാറാക്കാനായി താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. താൻ മുഖ്യ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്നതെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ബഡ്ജറ്റ് വേണ്ട വിഷയമല്ലാതെ ഇത് നമ്മുടെ ഉദ്ദേശം ഒരു അതിവേഗ റെയിൽവേക്കുള്ള ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കൽ മാത്രമാണ്. അതിനും ഈ ബഡ്ജറ്റ് കഴിഞ്ഞാൽ അതിനും ബന്ധമില്ല, എപ്പോൾ വേണമെങ്കിൽ ചെയ്യാമല്ലോ. അത് ഓർഡർ ചെയ്യാനുള്ള ഫുൾ അധികാരം അദ്ദേഹത്തിനാണ്. ബഡ്ജറ്റിലേക്കോ ക്യാബിനറ്റിലേക്ക് പോകുന്ന ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും കേന്ദ്ര ബജറ്റിൽ ഇല്ലെങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ബജറ്റ് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായ ലോകം. കയറ്റുമതി, കാർഷിക, ടൂറിസം മേഖലകൾക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം കേരളത്തിന് ഗുണകരമാകുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഭാരവാഹികൾ കൊച്ചിയിൽ പറഞ്ഞു. അതിവേഗ റെയിലും എയിംസും കേരളം പ്രതീക്ഷിച്ച വമ്പൻ പദ്ധതികൾ ഇതൊക്കെയാണ്. ഇതൊന്നും ഇല്ലാത്തതിന്റെ നിരാശയും രാഷ്ട്രീയ വിമർശനവും ഉയരുമ്പോൾ ബജറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി കേരള ഘടകം. പ്രായോഗിക തലത്തിൽ കേരളത്തിന് ഗുണകരമാകുന്ന നിരവധി പദ്ധതികൾ ബജറ്റിലുണ്ടെന്ന് ബജറ്റ് വിലയിരുത്തലിന് ശേഷം ഭാരവാഹികൾ കൊച്ചിയിൽ പറഞ്ഞു. കയറ്റുമതി മേഖലയെ സഹായിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. കാർഷിക മേഖലയിൽ കൂടുതൽ പരിഗണന നൽകിയെന്നും ചന്ദനമരം കൃഷി ആഗോളതലത്തിൽ വലിയ സാധ്യതയാണ് കേരളത്തിന് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി അംഗങ്ങൾ വ്യക്തമാക്കുന്നു. കോക്കനട്ട് ആൻഡ് കാഷ്യൂ, ഇതിനെല്ലാം കാഷ്യൂ ഒരു വാല്യൂ അഡീഷൻ നോക്കണത്. ഇത് കൂടാതെ നമ്മൾ കൾട്ടിവേഷൻ കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ശേഷം അതിനെ വാല്യൂ ആഡ് ചെയ്യുക, അത് എക്സ്പോർട്ട് ചെയ്യുക. ദ പ്ലാറ്റ്ഫോം ഈസ് ക്ലിയർ നൗ. നമ്മളാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളവർ ചെയ്യേണ്ടത്. അന്ന് കേരള SMEs ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ സിറ്റുവേഷൻ. ആൻഡ് ഒരു റബ്ബറിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ റബ്ബറിനെ റബ്ബർ കൂടാതെ മറ്റുള്ള ക്രോപ്സിന് സാൻഡൽവുഡ്, ഇത് നമ്മൾ പണ്ടേ തുടങ്ങേണ്ടിയിരുന്നു. ഇപ്പോൾ അത് സാൻഡൽവുഡ് ഉണ്ട്, പിന്നെ കൊക്കോ, ഇങ്ങനത്തെ കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എയിംസ് ലഭിച്ചില്ല എന്ന പരാതി നിലനിൽക്കുമ്പോഴും ആരോഗ്യ മേഖലയിൽ കൂടുതൽ പ്രഖ്യാപനങ്ങളുണ്ട്. അത് ഗുണം ചെയ്യുമെന്നും ആയുർവേദ മേഖലയിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും വ്യവസായികൾ വ്യക്തമാക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ കേരളം പോലൊരു സ്റ്റേറ്റിൽ അറിയാലോ, ഓൾമോസ്റ്റ് 500 ഫാർമസീസ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. സ്ത്രീപക്ഷ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നതാണ് ഇത്തവണത്തെയും ബജറ്റ്. ഷീമാർട്ട് ഏറ്റവും പ്രധാന ഉദാഹരണമാണ്. കൊച്ചു ഇൻഡസ്ട്രീസാണ് എപ്പോഴും കേരളത്തിന് നല്ലത്. MSMEയിൽ ഇത്തവണ ഈ ബജറ്റിൽ കണ്ടിരിക്കുന്ന ലിക്വിഡിറ്റി സപ്പോർട്ട് ഫോർ MSME ത്രൂ ത്രെഡ്സ്, അത് വളരെയധികം സ്വാഗതാർഹമായ ഒരു പ്രപ്പോസലാണ്. ആൻഡ് കോർപ്പറേറ്റ് മിത്ര, ആ സ്കീമും MSMEകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്വാഗതാർഹം ചെയ്യുന്ന ഒരു പ്രപ്പോസൽ തന്നെയാണ്. ഷീമാർട്ട്സ് എന്ന് പറഞ്ഞ സ്കീം സ്ത്രീകളെ സംബന്ധിച്ച് കൊച്ചു സെൽഫ് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, സ്വന്തമായിട്ട് ചെറിയ ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഷീമാർട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ധാതു ഇടനാഴിയും ടൂറിസം മേഖലയിലുള്ള പ്രഖ്യാപനങ്ങളും കേരളത്തിന്റെ നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായവയാണ്. അതുകൊണ്ട് തന്നെ വൻകിട പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും തനത് വരുമാനവും വർദ്ധിപ്പിക്കാൻ ബജറ്റ് സുപ്രധാന പങ്ക് വഹിക്കുമെന്നാണ് വ്യവസായ ലോകം വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ധനരാജ് രക്തസാക്ഷി ഫണ്ട് പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ പാർട്ടി തയ്യാറാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാദം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നയാ പൈസയുടെ ക്രമക്കേട് നടത്തുന്ന പാർട്ടിയല്ല ഇതെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പേരിൽ പൈസ കട്ടവരെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി കാസർഗോഡ് വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിൽ മാത്രമാണ്, പാർട്ടിക്കുള്ളിൽ
അപ്പോൾ ആ നിലപാട് മാറ്റം പ്രതിരോധത്തിലായതുകൊണ്ടാണ് മാറ്റാനും ഒരു ചെയ്യേണ്ടി പോകും. പൊതുവേ ഇതെല്ലാം പാർട്ടിക്കുള്ളിലാണ് അവതരിപ്പിക്കുന്നത് പറയുന്നത് മനസ്സിലാക്കേണ്ടത്. പാർട്ടിയുടെ കണക്കുകൾ, പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ കണക്ക്, സംസ്ഥാന കമ്മിറ്റിയുടെ കണക്ക്, ജില്ലാ കമ്മിറ്റിയുടെ കണക്ക്, ഏരിയ കമ്മിറ്റിയുടെ കണക്ക്, എല്ലാ കണക്കും സുതാര്യമാണ്. എല്ലാം രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടി, രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടി ഈ പാർട്ടി. വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. LDFന്റെ വടക്കൻ മേഖലാ ജാഥ കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണും. പുസ്തകം പ്രകാശനം ചെയ്തതിനു ശേഷം വിശദമായ മറുപടി. രക്തസാക്ഷികളെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് പ്രകോപനം സൃഷ്ടിക്കുന്നു. ഇത് തടയാൻ ജില്ലാ ഭരണകൂടവും പോലീസും ഇടപെടണമെന്നും KK രാഗേഷ് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ എത്രാം തീയതിയായി പുസ്തകം വരുന്നു പറഞ്ഞ്? 4-ാം തീയതി. 4 കഴിഞ്ഞ് 5ഓടുകൂടി ജാഥ ഇവിടുന്ന് കഴിയല്ലോ. ജാഥ കഴിഞ്ഞ് 6-ാം തീയതി നിങ്ങളെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടാവും. നിങ്ങളെല്ലാ ആ പുസ്തകം നന്നായി വായിച്ച് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി റെഡിയാക്കി നിങ്ങൾ വന്നോളൂ. ഞാനിവിടെ ഉണ്ടാവും. നമുക്ക് പരസ്പരം കാണാം. രക്തസാക്ഷികളെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ നിന്നും തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങൾ ശരിയായ വിധികർത്താക്കളെന്നും മതവികാരം ഇളക്കിവിടാൻ ശ്രമിച്ചവരെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് അകറ്റിയെന്നും ലീഗിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. 3ാം തുടർഭരണം ലക്ഷ്യമാക്കി LDFനെ തിരഞ്ഞെടുപ്പിന് സജ്ജമാക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ വിശദമാക്കിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തുന്ന വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് കുമ്പളയിൽ നിന്ന് തുടക്കമായി. മതം പറയുന്നവർ അധികാരത്തിന് പുറത്താണെന്നും അവരെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ജനങ്ങൾ മാറ്റി നിർത്തുകയാണെന്നും മുസ്ലിം ലീഗിനെ വിമർശിച്ചുകൊണ്ട് ജാഥ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മതവികാരമിളക്കി പരിഹാരം കാണാൻ കഴിയില്ലെന്ന് KM ഷാജിയുടെ മതം എന്ന് പറയുന്ന പ്രസംഗം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പറഞ്ഞു. മതവിഭാഗങ്ങൾക്ക് നേരത്തെ MLA ഒക്കെ ആയിരുന്ന ഒരാളുടെ വലിയ പ്രസംഗം പലയിടത്തും ഇപ്പോൾ പരാമർശിക്കപ്പെട്ടല്ലോ. അതില് മതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മതവികാരം ഇളക്കിവിടാനാണല്ലോ നോക്കുന്നത്. നടപ്പാക്കിയ വിവിധ വികസന കാര്യങ്ങൾ വിശദമാക്കിയ മുഖ്യമന്ത്രി നാടിനോടുള്ള പ്രതിബദ്ധത സർക്കാരിന് പ്രധാനമെന്നും അത് LDF സർക്കാരിലൂടെ കേരളത്തിൽ പ്രതിഫലിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നത് പ്രധാനമെന്ന് ജാഥാ നായകൻ MV ഗോവിന്ദൻ പറഞ്ഞു. തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് 2 വശമാണുള്ളത്. ഒന്ന്, സ്വയം തൊഴിൽ സംരക്ഷിക്കുക, ഉണ്ടാക്കുക, രജിസ്റ്റർ ചെയ്യുക. സംരംഭ പ്രവർത്തനമായി നമുക്ക് കേരളത്തിൽ പുതിയ തൊഴിൽ നൽകാൻ സാധിക്കുന്ന സംരംഭകരായി ഓരോരുത്തരും മാറുക. LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി തിങ്കളാഴ്ച വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. അമൃത ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്തെ 10ാം ക്ലാസ് പൊതുപരീക്ഷാ തീയതി നേരത്തെ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷയുടെ ഫലപ്രഖ്യാപനം മെയ് 8-ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC, THSLC, AHSLC തുടങ്ങിയ പരീക്ഷകൾ മാർച്ച് 5 മുതലാണ് ആരംഭിക്കുക. മാർച്ച് 30ഓടെ പരീക്ഷകൾ പൂർത്തിയാകും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം സഹായിക്കുമെന്ന് പറഞ്ഞ മന്ത്രി വിദ്യാർത്ഥികൾക്ക് വിജയാശംസകളും നേർന്നു. സംസ്ഥാനത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ 2026 മാർച്ചിലെ വാർഷിക പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങൾ പരീക്ഷാഭവൻ കൈക്കൊണ്ടിട്ടുണ്ട്. SSLC, THSLC, AHSLC തുടങ്ങിയ പരീക്ഷകളുടെ വിജ്ഞാപനം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള സമയക്രമം ഇതോടൊപ്പം പറയുകയാണ്. പരീക്ഷാ ആരംഭം 2026 മാർച്ച് 5-ന് പരീക്ഷകൾ ആരംഭിക്കും. പരീക്ഷ സമാപനം 2026 മാർച്ച് 30ഓടെ പരീക്ഷ പൂർത്തിയാകും. മറ്റ് അനുബന്ധ പരീക്ഷകൾ SSLC, IT പരീക്ഷ 2026 മാർച്ച് 2 മുതൽ ഫെബ്രുവരി മാസം 13 വരെ. മോഡൽ പരീക്ഷ 2026 ഫെബ്രുവരി മാസം 16 മുതൽ ഫെബ്രുവരി മാസം 20 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മൂല്യനിർണ്ണയം ഫലപ്രഖ്യാപനം പരീക്ഷയ്ക്ക് ശേഷമുള്ള ടാബുലേഷൻ നടപടികൾ 2026 ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 25 വരെ നടക്കും.
പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വെടിവെപ്പും ബോംബാക്രമണവും 145 പേർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 31 സാധാരണക്കാരും 17 സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. കൊറ്റയിൽ ആശുപത്രികൾ, സ്കൂളുകൾ, ബാങ്കുകൾ, മാർക്കറ്റുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അക്രമികൾ സാധാരണക്കാരെ മനുഷ്യകവചമാക്കിയെന്ന് പാകിസ്ഥാൻ ജൂനിയർ ആഭ്യന്തരമന്ത്രി തലാൽ ചൌധരി ആരോപിച്ചു. അതേസമയം കറുത്ത കൊടുങ്കാറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഓപ്പറേഷൻ ആരംഭിച്ചതായും സുരക്ഷാ സേനയിലെ 84 അംഗങ്ങളെ വധിച്ചെന്നും 18 പേരെ തട്ടിക്കൊണ്ടുപോയതായും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. പ്രവിശ്യയിൽ പാകിസ്ഥാൻ സൈന്യവും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കനക്കുകയാണ്. ആക്രമണത്തിന് ഇന്ത്യ BLA പിന്തുണയ്ക്കുകയാണെന്ന പാകിസ്ഥാന്റെ ആരോപണങ്ങളെ ഇന്ത്യ നിഷേധിച്ചു. ബലൂച്ച് പ്രവിശ്യയ്ക്ക് പ്രത്യേക രാഷ്ട്ര പദവി നൽകണമെന്ന ആവശ്യം ശക്തമാക്കിയതിനു പിന്നാലെയാണ് ആക്രമണ പരമ്പര. കായിക വാർത്തകൾ നോക്കാം. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ പാകിസ്ഥാനെ 59 റൺസിന് തകർത്തു. സെമിയിൽ അഫ്ഗാനെ നേരിടും. നിലവിൽ 3 ടീമുകൾ സെമി ഫൈനലിൽ യോഗ്യത നേടിക്കഴിഞ്ഞു. സൂപ്പർ 6ലെ ആദ്യ ഗ്രൂപ്പിൽ നിന്നും ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ ടീമുകളും രണ്ടാം ഗ്രൂപ്പിൽ നിന്നും ഇംഗ്ലണ്ടും സെമിയിലേക്കുള്ള യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ലോകകപ്പ് T20യിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളിക്കില്ലെന്ന പാക് സർക്കാർ. മറ്റു മത്സരങ്ങൾ കളിക്കാൻ ടീമിന് അനുമതി നൽകിയിട്ടുണ്ട്. ശ്രീലങ്കയിലാണ് പാകിസ്ഥാന്റെ മറ്റു മത്സരങ്ങൾ നടക്കുക. ലോകകപ്പിൽ നിന്നും പുറത്താക്കിയ ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് പാക് തീരുമാനം. അതേസമയം ICC വിഷയം ഉടൻ പരിഗണിക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ച് സ്പാനിഷ് യുവതാരം കാർലോസ് അൽക്കാരസിന് കിരീടം. സ്കോർ 2-6, 6-2, 6-3, 7-5. ആദ്യ സെറ്റ് നഷ്ടമായ അൽക്കാരസ് പിന്നീടുള്ള 3 സെറ്റുകളും വിജയിച്ചാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ചത്. വിജയത്തോടെ കരിയർ ഗ്രാൻഡ്സ്ലാം നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടവും 22-കാരനായ അൽക്കാരസിന്റെ പേരിലായി.